ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു സീസൺ വിത്ത് ലവ്. ഞാൻ സുപ്രിയ അനീഷ്. നല്ലൊരു സാമ്പാർ ഉണ്ടാക്കാൻ പഠിച്ചാൽ തന്നെ പകുതി പാചകം പഠിച്ചതുപോലെയാണ്. ഒരുപാട് തരം സാമ്പാറുണ്ട്. ഉടുപ്പി സാമ്പാർ, കേരള സാമ്പാർ, ചെട്ടിനാട് സാമ്പാർ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മദ്രാസ് ടിഫൻ സാമ്പാറാണ്. നിങ്ങൾക്കറിയാം ഞാനിപ്പോൾ ഉള്ളത് മദ്രാസിലാണെന്ന്. അപ്പോൾ മദ്രാസിലുള്ളവർക്കും ഈ സാമ്പാർ കഴിച്ചിട്ടുള്ളവർക്കും ഞാൻ ഈ പറയുന്ന കാര്യത്തിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. കാരണം ഇഡ്ഡലി, ദോശ, വട, പൊങ്കൽ, കിച്ചടി, സാമ്പാർ ഇഡ്ഡലി, സാമ്പാർ വട, ഇതിൻ്റെ കൂടെ എല്ലാം ബേസ് ആയിട്ട് കൊടുക്കുന്നത് ഈ ഒരു മദ്രാസ് ടിഫൻ സാമ്പാറാണ്. ടിഫൻ കഴിച്ചു കഴിഞ്ഞിട്ട് സൂപ്പ് പോലെ ഈ സാമ്പാർ കോരി കുടിക്കാറുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ സാമ്പാർ. പച്ചക്കറികളായിട്ട് ചുവന്നുള്ളിയും തക്കാളിയും മാത്രമേ ഈ സാമ്പാറിൽ ചേർക്കുന്നുള്ളൂ എങ്കിലും മറ്റ് 24 തരം ചേരുവകൾ ഈ സാമ്പാറിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും സമയം കളയാതെ കാണാം മദ്രാസ് ടിഫൻ സാമ്പാർ. വളരെ പോപ്പുലറായിട്ടുള്ള മദ്രാസ് ടിഫൻ സാമ്പാർ ഉണ്ടാക്കുന്നതിന് ആദ്യമേ തന്നെ നമുക്കൊരു മസാല പേസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. ഇതെല്ലാം എന്താണെന്നും ഇതിൻ്റെ അളവ് എന്താണെന്നൊക്കെ ചേർക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറയാം. ആദ്യമേ തന്നെ ഈ ചേരുവകളെല്ലാം ഒരു ഓർഡറിൽ നമുക്ക് എണ്ണയിലൊന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും 2 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചതിന് ശേഷം ചെറിയ ചൂടിലൊന്ന് ചൂടാക്കി എടുത്താൽ മതി. നിറം മാറുകയോ അല്ലെങ്കിൽ നന്നായിട്ട് വറുത്തെടുക്കേണ്ടയോ ആവശ്യമില്ല. ഇനി ഇതിലേക്കൊരു 10 കുരുമുളകും 3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളിയും കുരുമുളകും നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കസ്കസ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകവും ചേർക്കുന്നുണ്ട്. ഈ കസ്കസ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മദ്രാസ് ടിഫൻ സാമ്പാറിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇത് മറക്കാതെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു കഷ്ണം പെരുങ്കായം ചേർത്ത് കൊടുക്കുക. അത് കഷ്ണമായിട്ടുള്ളത് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും ഒരു 3 ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടെ എരിവ് വേണമെങ്കിൽ ഈ സമയത്ത് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ സാമ്പാറിൽ ഇനിയും മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുമാത്രമല്ല ഉണക്കമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നിറത്തിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ അതായത് അവസാനമായിട്ട് ഒരു 1/4 കപ്പ് തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. നല്ല ചിരകിയ തേങ്ങ ഒരു 1/4 കപ്പ് ഫ്രഷ് ആയിട്ട് ചിരകിയ തന്നെ ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് നമ്മൾ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ മസാലയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നിറം ഒരിക്കലും മാറരുത്. ഒരുപാട് അങ്ങോട്ട് വറുത്തും എടുക്കാൻ പാടില്ല. അപ്പോൾ പാകത്തിന് ഒന്ന് ചൂടാവാൻ പാടുള്ളൂ. അപ്പോൾ നല്ലൊരു മണം വരും. ആ മണമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ചൂടാറുപ്പ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഈ ടിഫൻ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് ചെയ്യുക. ആദ്യം തന്നെ ഇതിനുള്ള മസാല തയ്യാറാക്കണം. പിന്നെ പരിപ്പ് വേവിച്ചെടുക്കണം. അവസാനമായിട്ട് നല്ലൊരു താളിപ്പും കൂടെ ചേർക്കണം. അപ്പോൾ ആദ്യത്തെ ഭാഗം നമ്മളിവിടെ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് പരിപ്പ് വേവിച്ച് ചേർക്കണം. അതിനായിട്ടൊരു 1/4 കപ്പ് തുവരപ്പരിപ്പും അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ്, ഇത് രണ്ടും കൂടെ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നന്നായി കഴുകി വെള്ളം നന്നായി വറ്റിച്ചിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 20ഓളം ചുവന്നുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിന് ചുവന്നുള്ളി തന്നെ ചേർക്കുക. ഇതിൽ സവാള ഒന്നും ചേർക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ഈ മദ്രാസ് ടിഫൻ സാമ്പാറിനെ വളരെ സ്പെഷ്യലാക്കുന്നത്. ഇനി ഇതിലേക്ക് അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 5 വിസിൽ വരുന്നത് വരയ്ക്കും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഈ ചുവന്നുള്ളിയും പരിപ്പും നന്നായിട്ട് വെന്തുടയുന്ന രീതിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സ്പൂണും കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഞാൻ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വേവിക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഉപ്പോ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ നെയ്യ് അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. ഇനി നമ്മളിത് ഓപ്പൺ കുക്കിംഗ് ചെയ്യാൻ പോവുകയാണ്. തുറന്ന് വെച്ച് കുക്ക് ചെയ്യാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ സാമ്പാറിലേക്ക് പുളിയൊന്നും ഒഴിക്കുന്നില്ല. അതിന് പകരം നന്നായിട്ട് പഴുത്തൊരു വലിയ തക്കാളിയാണ് ചേർക്കുന്നത്. ചെറുതാണെങ്കിൽ 2 ചേർത്ത് കൊടുക്കാം. അപ്പോഴിവിടെ പരിപ്പ് നന്നായി തുറന്ന് വെച്ചൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഈ തക്കാളി നമ്മൾ വെന്തുടയുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് നേരം അടച്ചു വെച്ചും ഇളക്കി കൊടുത്തും നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ പച്ചക്കറിയായിട്ട് ഈ ചുവന്നുള്ളിയും തക്കാളിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മുടെ സാമ്പാർ പോലെ ഇതിൽ മുരിങ്ങയോ വെണ്ടയ്ക്കയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല.
തക്കാളി നന്നായിട്ട് വെന്തുടയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾക്ക് വീണ്ടും ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം ഇത് നന്നായി തിളപ്പിച്ചെടുക്കുക. കുറച്ച് നേരം തിളച്ചതിന് ശേഷം ഇതിലേക്ക് ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാലയുടെ കൂടെ ശർക്കരയും കൂടെ ചേരുമ്പോൾ നമ്മുടെ മദ്രാസ് സാമ്പാറിൻ്റെ രുചി വേറെ ലെവലായിട്ട് മാറും. ഇനി നമ്മൾ ഇതിൻ്റെ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് കടക്കുകയാണ്. നല്ലൊരു താളിപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് വീണ്ടും നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് കടുകും ഉഴുന്നും നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഉരുണ്ട മുളക്, ഈ ഒരു മുളക് തന്നെ ചേർക്കാനായിട്ട് ശ്രമിക്കുക. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് കഴിയുമ്പോൾ ഇതിലേക്കൊരു 1/4 കപ്പോളം ചുവന്നുള്ളി ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. ഇതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ചുവന്നുള്ളിയുടെ നിറമൊക്കെ മാറി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ താളിപ്പ് നേരത്തെ നമ്മൾ തിളയ്ക്കാൻ വെച്ചിരിക്കുന്ന പരിപ്പ്, തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പും തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി താളിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ താളിപ്പ് ചേർക്കുന്നതോടെ സാമ്പാർ ഉണ്ടാക്കൽ നിർത്തുകയാണ്. പക്ഷേ ഇവിടെ താളിപ്പ് ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മസാല ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കേണ്ട സമയമായി. നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചു വെച്ച മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ മിക്സിയുടെ ജാറിലോട്ട് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ സാധാരണ സാമ്പാർ പോലെ അല്ല ഈ ടിഫിൻ സാമ്പാർ പെട്ടെന്ന് തന്നെ തിക്കാവും. മറ്റ് സാമ്പാർ പോലെ അത്രയ്ക്ക് വെള്ളം പോലെ അല്ല നമ്മളിത് ഉണ്ടാക്കുന്നത്. കുറച്ച് തിക്കായിട്ട് തന്നെ ആണെങ്കിലും വയ്ക്കും തോറും, അതായത് തണുക്കും തോറും നമ്മുടെ സാമ്പാർ കൂടുതൽ തിക്കായിട്ട് വരും. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ സാമ്പാർ പരിപ്പും മറ്റ് ചെറുപയർ പരിപ്പും പിന്നെ തേങ്ങയും കൂടെ വറുത്തരച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തിക്കാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 3 മിനിറ്റെങ്കിലും നന്നായിട്ട് തിളപ്പിക്കണം. ആ സമയത്ത് നന്നായിട്ട് സ്മെല്ല് വരും. ഈ ഒരു സ്മെല്ല് അടിക്കുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റുപാടുള്ളവരൊക്കെ ചോദിക്കും ഇന്ന് ടിഫിൻ സാമ്പാർ ആണോ എന്നുള്ളത്. കാരണം ഈ ഒരു സ്മെല്ല് നമുക്ക് കിട്ടണമെങ്കിൽ ആദ്യമേ നമ്മൾ മസാല അരച്ചെടുക്കുമ്പോഴൊക്കെ അതിൻ്റെ ആ ഒരു പാകം കറക്റ്റായിട്ട് ചെയ്യണം. ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഉപ്പും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അവസാനമായിട്ട്, അതായത് ഒരു 3 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് പെരുങ്കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ പൊടിയായി അരിഞ്ഞിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള മദ്രാസ് ടിഫിൻ സാമ്പാർ ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയാനായിട്ടെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്